1984, 85 ഈ 2 വർഷങ്ങളൊക്കെ മമ്മൂട്ടി എന്ന നടന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഹിറ്റ് സിനിമകൾ ചെയ്തു. ഫാമിലി ഓഡിയൻസിൽ പ്രിയപ്പെട്ട നടനായി മാറി. എന്നാൽ ഒരു 86 ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ 86ന്റെ ഒരു പകുതിയൊക്കെ ആയപ്പോൾ കുറച്ച് പ്രശ്നങ്ങളിലൂടെയാണ് മമ്മൂട്ടി പോയത്. നിങ്ങളുടെ പലവർക്കും അറിയാം കുറെ സിനിമകളുടെ പരാജയങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിൽ കുറെ നല്ല വിജയങ്ങളുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് 1986 മമ്മൂട്ടി സിനിമകളെ കുറിച്ച് അന്നത്തെ എന്തായിരുന്നു അതിന്റെ ഒരു ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ്, എന്തൊക്കെയായിരുന്നു മമ്മൂട്ടിക്ക് അത് ഗുണം ചെയ്തോ ഇല്ലയോ എന്നുള്ളതിനൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ ഒരു സിനിമ ഒരു ഹിറ്റ് സിനിമ തന്നെയാണ് ശ്യാമ, ജോഷി, ഡെന്നിസ് ജോസഫ്. ആ സിനിമയെ കുറിച്ച് ഡെന്നിസ് ജോസഫ് പറഞ്ഞത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടോ. ഒരു മമ്മൂട്ടിയുടെ ഒരു സിനിമ പെട്ടെന്ന് മാറിപ്പോയപ്പോൾ പെട്ടെന്ന് വന്നൊരു സിനിമയാണ്. ജോഷിക്ക് ഒരു മമ്മൂട്ടി വെച്ചൊരു സിനിമ ചെയ്യണം, അങ്ങനെ വെറും 2 ദിവസം കൊണ്ടാണ് എല്ലാം പ്ലാനിങ് നടക്കുന്നതും ഷൂട്ട് തുടങ്ങുന്നതും. ലൊക്കേഷനിൽ ഇരുന്ന് തന്നെയാണ് ഡെന്നിസ് ജോസഫ് ആ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ടുള്ളത്. ഇതുപോലെ ഒരു ബോളിവുഡ് സിനിമയുടെ ഒരു ഇൻസ്പിറേഷനിൽ ഒരു ത്രെഡ് എടുത്തിട്ടാണ് ഡെന്നിസ് ജോസഫ് സിനിമ ചെയ്തത്. സൂപ്പർ ഹിറ്റ് സിനിമ തന്നെയായിരുന്നു. മമ്മൂട്ടിയുടെ ഗംഭീര റോള് തന്നെയായിരുന്നു. മുകേഷും നാദിയ മൊയ്തും പൂങ്കാറ്റ എന്നുള്ള പാട്ടും ഒക്കെ ഇന്നും ഫേവറേറ്റ് ആണ് എല്ലാവരുടെയും. ഞാനൊക്കെ ആ സിനിമ ശരിക്കും പറഞ്ഞാൽ കുറെ വൈകിയാണ് കണ്ടത്. ഡെന്നിസ് ജോസഫിന്റെ ഒക്കെ ഇന്റർവ്യൂവിന് ശേഷം, ഇന്റർവ്യൂ അല്ല, ഡെന്നിസ് ജോസഫ് ചരിത്രമിലൂടെയൊക്കെ പറഞ്ഞത് കേട്ട ശേഷമാണ് ആ സിനിമ വീണ്ടും, പണ്ട് ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ വീണ്ടും ആ ഒരു സിനിമ ഒന്ന് കാണുന്നത് അതിന് ശേഷമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് ആ സിനിമ. തമിഴിലൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്, ഡബിങ് അല്ല റീമേക്ക് ചെയ്തിട്ടുണ്ട്. ശിവകുമാറാണ് തമിഴിൽ ചെയ്തത്, രാധ തന്നെയായിരുന്നു തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും ശിവകുമാർ ആയിരുന്നു ആ റോൾ ചെയ്തത്. അവിടെയും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അടുത്ത സിനിമ മോഹൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഒരു കഥ ഒരു നുണക്കഥ. ഇതില് മമ്മൂട്ടിയും നെടുമുടി വേണു, മാധവി, എല്ലാവരും കൂടി, ഇത്രയും പേരാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. ഇതിൽ ശ്രീനിവാസനും ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ പങ്കാളിയാണ്. ഡേവിഡ് കാച്ചർപ്പള്ളിയും ഇന്നസെന്റും കൂടിയാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ ഒരു ടീമാണ്, ഇരിങ്ങാലക്കുട ടീമാണ്. ഡേവിഡ് കാച്ചർപ്പള്ളി പ്രൊഡ്യൂസർ, ഇന്നസെന്റ്, മോഹൻ, കുറെ സിനിമകൾ ഇവര് ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു ഒരു കഥ ഒരു നുണക്കഥ. പിന്നെ മോഹന്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു സീരിയസ് മൂഡിലുള്ള കുറച്ച് നൊമ്പരും കുറച്ച് ട്രാജഡി, ഒരു ഫാമിലി, കുറെ കാര്യങ്ങൾ ഉണ്ടാവും മോഹന്റെ സിനിമകളിൽ. അത്തരത്തിൽപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു ഒരു കഥ നുണക്കഥ. പിന്നെ അടുത്തൊരു സിനിമ ഇതിലെ ഇനിയും വരും, PG വിശ്വംഭരൻ ഡയറക്ട് ചെയ്തൊരു സിനിമ. സ്ഫോടനം എന്ന സിനിമ മുതൽ മമ്മൂട്ടി PG വിശ്വംഭരൻ ഒരു ബന്ധം തുടങ്ങിയതാണ്. ഇതില് മമ്മൂട്ടി, അതുപോലെ തന്നെ മുകേഷ്, പിന്നെ ബോളിവുഡ് നടിയാണ് ദീപിക ചിക്ലിയ, ഇവരാണ് ഇതില് നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അവര് രാമായണം എന്ന സീരിയല് സീതയായിട്ട് അഭിനയിച്ച് എല്ലാവർക്കും ആ സമയത്ത് അത്യാവശ്യം ഭയങ്കര, നമ്മുടെ നാട്ടിലും കേരളത്തിലും വരെ അവരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സമയമായിരുന്നു. ഈ സിനിമ എത്രത്തോളം ബോക്സ് ഓഫീസ് വിജയമായിരുന്നു എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഒരു ആവറേജിൽ ഒതുങ്ങിപ്പോയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ ആളൊരുങ്ങി അരങ്ങൊഴുങ്ങി, തേവലക്കര ചെല്ലപ്പൻ. അദ്ദേഹം പിന്നീട് പ്രശാന്ത് എന്നുള്ള പേരിലും കുറെ സിനിമകൾ, കുറെ ഒന്നുമില്ല, കുറച്ച് മുകേഷ്, സിദ്ദിഖ് ജഗദീഷിനൊക്കെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഇതിൽ മമ്മൂട്ടി, മേനക, ശോഭന, തിലകൻ, ഇത്രയും പേരാണ് ആ സിനിമ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ വാർത്ത, വീണ്ടും എൻ്റെ ഒരു ഫേവറേറ്റ് സിനിമയാണ്. IV ശശി, T ദാമോദരൻ, മമ്മൂട്ടി, മോഹൻലാൽ, റഹ്മാൻ, വലിയ സ്റ്റാർ കാസ്റ്റ് തന്നെയാണ് ആ ഒരു സിനിമയിലുള്ളത്. സീമ, KP ഉമ്മർ, പിന്നെ നളിനിയുണ്ട്, നളിനി, അങ്ങനെ ഒരുപാട് പേരുണ്ട് ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമ ശരിക്ക് ഇന്ന് അത്തരത്തിലുള്ള ഒരു സിനിമയൊക്കെ വിജയിക്കുമോ എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിന്റെ ക്ലൈമാക്സ് നമുക്കറിയാം, ഇവര് മമ്മൂട്ടി മോഹൻലാലൊക്കെ മരിക്കുന്നതാണ് അതിന്റെ ക്ലൈമാക്സ്. പക്ഷെ അന്ന് ആ ഒരു ക്ലൈമാക്സ് അനിവാര്യമായിരുന്നു. അന്നത്തെ മിക്ക സിനിമകളും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവസാനം ഒരു നായകനോ ആരെങ്കിലും ഒരാൾ മരിക്കും. ഈ വാർത്താ സിനിമ, അതിന്റെ പോസ്റ്റർ കോഴിക്കോട്, നമ്മൾ മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോഴിക്കോട് ആ ഒരു സിനിമയുടെ പോസ്റ്റർ എത്രയോ വർഷം, 2010 കാലഘട്ടങ്ങൾ വരെ വാർത്തയുടെ ഒരു പോസ്റ്റർ കോഴിക്കോട് ഒരു പാലത്തിന്റെ അടിയിലെ പാരഗൺ ഹോട്ടലിന്റെ അവിടെ അന്നത്തെ പോസ്റ്റർ അപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വാർത്ത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഈ ശ്യാമ പോലെ തന്നെ മമ്മൂട്ടിയുടെ ഒരു ഗംഭീര റോള് തന്നെയാണ് വാർത്ത. പിന്നെ കരിയിലെ കാറ്റ് പോലെ, പത്മരാജന്റെ സിനിമ. ആ സിനിമയെ കുറിച്ച് വീണ്ടും ഒന്നും പറയേണ്ട കാര്യമില്ല, ഓടിയിട്ടുള്ള സിനിമയാണ്. മമ്മൂട്ടി, മോഹൻലാൽ, റഹ്മാൻ. അതിൽ മമ്മൂട്ടി നായകനാണോ വില്ലനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ ആ റോള് ഒരു പക്ഷെ മമ്മൂട്ടിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു അതൊരു മോഹൻലാലായാൽ എത്രത്തോളം ആ ഒരു ഇത് വരും എന്നറിയില്ല. ഒരു എഴുത്തുകാരനായ കുറച്ചൊരു ക്രൂരതയൊക്കെ ഉള്ള, ഒരു ഈഗോയൊക്കെ ഉള്ള ഒരു ഒരു റോളാണ് അത് ഗംഭീരമായിട്ടും മമ്മൂട്ടി ആ റോള് ചെയ്തിട്ടുണ്ട്. അടുത്ത സിനിമ മധുവിന്റെ സിനിമയാണ്, മലരും കിളിയും. മധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഒരു ആക്ഷൻ ഓറിയന്റഡ് സിനിമയാണ്. പക്ഷെ അദ്ദേഹം തുടക്കം ഒക്കെ ചെയ്തിട്ടുള്ളത് ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളാണ്. ഇതിൽ കലു ഡെന്നിസിന്റെ ഒരു കഥയാണ്. ഇതിൽ മമ്മൂട്ടിയും, മേനക, അതുപോലെ ലാലു ലക്സ്, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ ക്ഷമിച്ചു എന്നൊരു വാക്ക്,
ഈ ക്ഷമിച്ചു എന്നൊരു വാക്ക് ഡയറക്ട് ചെയ്തിട്ടുള്ളത് ജോഷിയാണ്. അതിൽ മമ്മൂട്ടി, ശോഭന, ഗീത ഇത്രയും പേരാണ് അഭിനയിച്ചിട്ടുള്ളത്. മമ്മൂട്ടി അതിലൊരു അഡ്വക്കേറ്റ് ആണ് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നൊരു സിനിമയുണ്ട്, വീണ്ടും PG വിശ്വംഭരന്റെ സിനിമയാണ്. അതിൽ മമ്മൂട്ടി, മുകേഷ്, രോഹിണി, ബേബി ശാലിനി. അന്ന് എനിക്ക് തോന്നുന്നു മുകേഷും റഹ്മാനും മിക്ക സിനിമയിലും ഇവരുടെ ഒപ്പം ഉണ്ടാവും. റഹ്മാന് പിന്നെ ഒരു കുറച്ചുകൂടി ഒരു സ്റ്റാർ വാല്യൂ ഉണ്ട്. മുകേഷിനൊക്കെ ശരിക്കും ഒരു സ്റ്റാർ വാല്യൂ മുകേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് റാംജി റാവു ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതുവരെ ഇവരുടെയൊക്കെ സിനിമകളിൽ ഇതുപോലെ തന്നെ സൈഡ് റോളും അനിയൻ വേഷവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും ഒരു ഹീറോ ആയിട്ടൊന്നും അങ്ങനെ ഒന്നും തിളങ്ങാൻ പറ്റിയിട്ടില്ല. പിന്നെയും അത് സാധിച്ചിട്ടുള്ളത് റഹ്മാനാണ്. എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ആ സിനിമ എനിക്ക് ഓർമ്മയില്ല കണ്ടതായിട്ട്. നിങ്ങൾ ഇതിലെ പല സിനിമകളും പണ്ട് ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതൊക്കെയാണ്. എന്തായാലും PG വിശ്വംഭരൻ ആ വർഷവും കുറെ സിനിമകൾ ചെയ്തു. അതിലൊരു സിനിമ തന്നെയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അരപ്പട്ട കെട്ടി ഗ്രാമത്തിൽ, വീണ്ടും പത്മരാജന്റെ സിനിമ. മമ്മൂട്ടി പലപ്പോഴും പറയാറുണ്ട് മമ്മൂട്ടിക്ക് വീണ്ടും ഒന്ന് റീമേക്ക് ചെയ്താൽ കൊള്ളാമെന്നൊക്കെ തോന്നുന്ന സിനിമകൾ ഒരു സിനിമ തന്നെയാണ് അരപ്പട്ട കെട്ടി ഗ്രാമത്തിൽ. അതിൽ സക്കറിയ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, അതിഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആ സിനിമയെ കുറച്ച് കഴിഞ്ഞാണ് ഇറങ്ങിയത്. ഞാൻ ഈ അടുത്ത് എവിടെ വായിച്ചിട്ടുള്ളതാണ്. അത് ആ സിനിമ ഷൂട്ട് തുടങ്ങി പല പല ഷെഡ്യൂളുകളൊക്കെ ആയിട്ട് ഏകദേശം ഒരു വർഷമൊക്കെ എടുത്തു ആ ഒരു സിനിമയുടെ ഷൂട്ട് തീർന്നിട്ട് ഇറങ്ങാനായിട്ട്. അതിൽ മമ്മൂട്ടി, അശോകൻ, രാമചന്ദ്രൻ എന്നൊരു നടൻ ഉണ്ടായിരുന്നു. പത്മരാജന്റെ തന്നെ നവംബർ നക്ഷത്രത്തിലേക്ക് വന്നിട്ടുള്ള അദ്ദേഹം പിന്നെ അധികം സിനിമ ഒന്നും ചെയ്തില്ല. അദ്ദേഹം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നു. ഇവരെല്ലാവരും ഉള്ള ഒരു നല്ലൊരു സിനിമ തന്നെയായിരുന്നു അത്, അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ. പിന്നെ പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്, ഭദ്രന്റെ സിനിമ. ആ സിനിമ ശരിക്ക് മോഹൻലാൽ അതിലൊരു വില്ലനാണ് ആ ഒരു സമയം. ശരിക്കും 86 എന്ന് പറയുന്ന വർഷം മോഹൻലാൽ ഹീറോ ആയി, സൈഡ് റോളായി, വില്ലനായി. അതിലൊരു നെഗറ്റീവ് ടച്ച്. ശരിക്കും നായകൻ മമ്മൂട്ടിയെക്കാട്ടും എനിക്ക് തോന്നുന്നത് അത് സ്കോർ ചെയ്തിരിക്കുന്ന റഹ്മാനാണ്. ആ ഒരു പാട്ടൊക്കെ ഉള്ളത്, പൂങ്കാറ്റിനോടും എന്ന് പറഞ്ഞ ഒരു പാട്ടൊക്കെ ഉള്ളത് റഹ്മാനാണ്. എന്തായാലും നല്ലൊരു സിനിമ തന്നെയാണ് ആ ഭദ്രന്റെ നല്ല സിനിമകൾ. വളരെ കുറച്ച് സിനിമകൾ ഭദ്രൻ കരിയറിൽ ചെയ്തിട്ടുള്ളൂ. അതിൽ ഭൂരിഭാഗം സിനിമകളും വിജയിച്ച സിനിമകളും നല്ല സിനിമകളും തന്നെയാണ്. അതിലൊരു സിനിമ തന്നെയാണ് പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്. അടുത്ത സിനിമ KP കുമാരൻ ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഒരു മൾട്ടി സ്റ്റാർ സിനിമയാണ്, നേരം പുലരുമ്പോൾ. ഇതിൽ മമ്മൂട്ടി കൂടാതെ മോഹൻലാൽ, KPസിലുള്ളത് രമ്യ കൃഷ്ണന്റെ ആദ്യകാലത്തെ തുടക്കകാലത്തെ സിനിമയാണ്. പക്ഷെ സിനിമ കുറച്ച് വൈകിട്ടാണ് ഈ സിനിമ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ കാവേരി എന്നൊരു സിനിമയുണ്ട്. ആ ഒരു സിനിമയും അങ്ങനെ വലുതായിട്ട് വിജയിച്ചിട്ടുള്ള ഒരു സിനിമയല്ല. പിന്നെ അടുത്തത് വിജയിച്ചിട്ടുള്ള സിനിമയാണ്, വളരെ ഹിറ്റ് ആയിട്ടുള്ള സിനിമയാണ് സ്നേഹമുള്ള സിംഹം. ഒരു സിനിമ സാജൻ, ചക്കരയുമ്മ സാജൻ എന്ന് വിളിക്കുന്ന സാജൻ, മമ്മൂട്ടി, നളിനി, മുകേഷ്, ലാലു ലക്സ് ഇവരെല്ലാരും കൂടി അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഈ ഒരു സിനിമ പണ്ട് TV വരുമ്പോൾ വളരെ സ്ഥിരമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു അന്ന് വീട്ടിലെല്ലാവരും കാണുന്നതുകൊണ്ട് ഞാൻ ഇരുന്ന് കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. അങ്ങനെ അറിയാം മമ്മൂട്ടി ഇതിനകത്ത് ഒരു മാഷൊക്കെ ഇട്ടാണ്. കുറെ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. എനിക്ക് ഓർമ്മ മമ്മൂട്ടിയിലെ മാഷായിട്ടുള്ള ഒരു റൊമാൻസും ഫാമിലി അല്ലെ ഇമോഷൻസ് എല്ലാം കൂടിയിട്ടുള്ള സിനിമയാണ്. അന്ന് സാജൻ എന്ന ഡയറക്ടർക്കും അദ്ദേഹത്തിൻ്റെതായ ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു. ജോഷിയുടെ സിനിമകൾ മമ്മൂട്ടി ചെയ്യുന്നുണ്ട്, ഫാമിലി സിനിമകൾ. PG വിശ്വംഭരൻ സിനിമകൾ അപ്പുറത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാജന്റെ നല്ല കുറെ സിനിമകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതിലൊരു സിനിമ തന്നെയായിരുന്നു സ്നേഹമുള്ള സിംഹം. അടുത്ത സിനിമ JC എന്ന സംവിധായകന്റെ സിനിമയാണ്, അടുക്കാൻ എന്തെളുപ്പം. മമ്മൂട്ടിയും ശങ്കറും കാർത്തികയും ജോസ് പ്രകാശും. അതൊരു ആവറേജ് പോയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. കാരണം JCയുടെ സിനിമകൾ അങ്ങനെ വൻ ഹിറ്റ് ആയിട്ടില്ല. ജയ്സർ ഒരു സിനിമയും അങ്ങനെ വലിയ ബ്ലോക്ക് ബസ്റ്ററിലേക്ക് എത്തിയിട്ടില്ല. ഒരുപാട് നല്ല നല്ല സിനിമകൾ എല്ലാ സൂപ്പർ താരങ്ങളും വെച്ചിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ മറ്റു ജോഷിയെ പോലെ, ഒരു PG വിശ്വംഭരൻ പോലെ ഒന്നും അത്ര സീനിയർ ആയിട്ട് കൂടിയും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഹിറ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അടുത്ത സിനിമ മമ്മൂട്ടി നായകനായ സിനിമയല്ല, പക്ഷെ മമ്മൂട്ടി ഒരു ഗസ്റ്റ് റോൾ വരുന്ന സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മമ്മൂട്ടിയുടെ ഒരു ക്യാമിയോ റോളാണ്. ഒരു പക്ഷെ മോഹൻലാലിനെ വരെ സൈഡാക്കിയ ഒരു സീൻ പെർഫോം ചെയ്തിട്ടുള്ളത് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, സത്യൻ അന്തിക്കാടും ശ്രീനിവാസനും മോഹൻലാൽ കൂട്ടുകെട്ടിലെ അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ്. അതിൽ അവസാനം നമുക്കറിയാം അതിൽ സീമയുടെ ഹസ്ബൻഡായിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ്. നല്ലൊരു ക്യാരക്ടറാണ് മമ്മൂട്ടിയുടെ. അടുത്ത സിനിമ 3 മാസങ്ങൾക്ക് മുമ്പ് കൊച്ചിൻ ഹനീഫ ഡയറക്ട് ചെയ്ത സിനിമയാണ്. ഈ സിനിമയിൽ മമ്മൂട്ടിയും, നെടുമുടി വേണു, അംബിക, ഉർവശി വലിയ ഒരു സ്റ്റാർ കാസ്റ്റ് ഉള്ള സിനിമയാണ്. ഇതും അന്ന് കുറെ കോടതിയും, എനിക്ക് തോന്നുന്നു ഞാൻ എക്സാക്ട് കഥ മറന്നുപോയി, പക്ഷെ ഒരു മർഡറും പിന്നെ ഒരു കോടതിയും കുറെ വാദങ്ങളും ഒക്കെ ആയിട്ടുള്ള സിനിമയാണ്. ഒരു സസ്പെൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും നല്ലൊരു സിനിമ തന്നെയായിരുന്നു. ആ സിനിമയും അത്യാവശ്യം ഓടിയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. അടുത്തത് പറയേണ്ടത് ഒരു സിനിമയല്ല, ഞാൻ ഒരു 5 സിനിമകൾ മമ്മൂട്ടിയുടെ പറയും. കാരണം ഈ 5 സിനിമകളും ആ 86 ഓണം സീസണിൽ ഇറങ്ങിയ സിനിമയാണ്. ഈ ഓണം സീസണാണ് മമ്മൂട്ടിയുടെ ഒരു കരിയറിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് പറയാം. കാരണം ഈ 5 സിനിമകളിൽ ആദ്യത്തെ സിനിമ നന്ദി വീണ്ടും വരിക, പിന്നെ പൂവിന് പുതിയ പൂന്തന്നെ, ന്യായവിധി, സായം സന്ധ്യ, പിന്നെ ആവനാഴി. ഇതിൽ ആവനാഴി നമുക്കറിയാം, ബൽറാം എന്ന് പറയുന്ന ഇൻസ്പെക്ടർ ബൽറാം, ആ ഒരു ക്യാരക്ടർ അവിടുന്നാണ് പിന്നീട് ഇൻസ്പെക്ടർ ബൽറാം സിനിമയൊക്കെ വരുന്നത്. ആവനാഴി ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമകൾ ഒന്ന് തന്നെയായിരുന്നു. ആ ഓണത്തിനും വിന്നർ ആവനാഴി തന്നെയായിരുന്നു. പക്ഷെ
അപ്പുറത്തുള്ള ഈ 4 സിനിമകളും അതിൽ നന്ദിയും വീണ്ടും വരിക, അത് ഇപ്പൊ കാണുമ്പോൾ നമുക്ക് നല്ല ഒരു രസമാണ്. അതൊരു മമ്മൂട്ടി ഒരു പേടിത്തൊണ്ടനാണ്, അത് താല്പര്യമില്ലാതെ പോലീസ് ചേരുന്നതും പിന്നെ പോലീസുകാരനായി സ്ട്രോങ് ആയി മാറുന്നതൊക്കെയാണ്. പക്ഷെ ഈ സിനിമയും അതുപോലെ തന്നെ പൂവിന് പുതിയ പൂന്തന്നൽ ഫാസിൽ ഡയറക്ട് ചെയ്തിട്ടുള്ള നല്ലൊരു സിനിമയാണ് പൂവിന് പുതിയ പൂന്തന്നൽ. പക്ഷെ ആ പൂവിന് പുതിയ പൂന്തന്നൽ അന്ന് പരാജയമായിരുന്നു. അത് തമിഴിലേക്ക് ഫാസിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ തമിഴിൽ ഹിറ്റായി. ന്യായവതി ന്യായവിധി അന്നത്തെ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ജോഷി, ഡെന്നിസ് ജോസഫും. ആ സിനിമയും ഫ്ലോപ്പ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ ആ സിനിമ ഡെന്നിസ് ജോസഫിന്റെ ഒക്കെ ചരിത്രമേലൂടെ ഒക്കെ കണ്ട ശേഷം ഒരിക്കൽ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള സിനിമ ഒരു 2 സിനിമയ്ക്കുള്ള കഥയുണ്ട്. ഒരു വലിയ ഭയങ്കര ലെങ്ത് ആണ്. ഈ ഒരു ഏതൊരു നോവലിനെ ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളതുകൊണ്ട് കുറച്ച് ലെങ്ത് ഉണ്ട്. പിന്നെ ഒരു പക്ഷെ മമ്മൂട്ടിയെക്കാട്ട് കൂടുതൽ അതിലൊരു പ്രാധാന്യം ലാലു ലക്സിനുണ്ട്. അതിൽ എവിടേക്കോ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തോന്നും ലാലു ലക്സ് ആണോ നായകൻ എന്ന് തോന്നും. ഇതൊക്കെ ആയിരിക്കാം അന്ന് ആ സിനിമയുടെ പരാജയം. പിന്നെ സായം സന്ധ്യ, അതും ഇതുപോലെ അന്ന് ഭയങ്കര ഫ്ലോപ്പ് ആയിട്ടുള്ള സിനിമ തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയും സിനിമകൾ, 5 സിനിമകളിൽ 4 സിനിമ പരാജയപ്പെടുന്നു, ഒരു സിനിമ വിജയിക്കുന്നു. അതേസമയത്ത് അവിടെ മോഹൻലാലിന്റെ ആ ഓണത്തിന് സുഗമോ ദേവിയും അതുപോലെ തന്നെ നമുക്ക് വാർക്ക മുന്തിരിത്തോപ്പിലുണ്ട്, ഇത് രണ്ടും വിജയിച്ച സിനിമകളായിരുന്നു. അപ്പോൾ ഈ സിനിമകളുടെ ഒരു പരാജയം പതുക്കെ മമ്മൂട്ടിനെ ബാധിച്ചു തുടങ്ങി. അപ്പൊ 86 പകുതിയൊക്കെ ആയപ്പോൾ സെപ്റ്റംബർ കഴിഞ്ഞപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ മമ്മൂട്ടിക്ക് സംഭവിച്ചു എന്നുള്ളതാണ്. അടുത്ത സിനിമ 1000 കണ്ണുകൾ, അതും മമ്മൂട്ടിയുടെ മറ്റൊരു പരാജയ സിനിമയാണ്. ഡെന്നിസ് ജോസഫ് പറഞ്ഞ് നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും. 1000 കണ്ണുകൾ എഴുതാനായിട്ട് 2 മാസം എടുത്തു. രാജാവിന്റെ മകൻ 5-6 ദിവസം കൊണ്ട് എടുത്തു. രണ്ടും ഒരേ സമയത്ത് ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ 1000 കണ്ണുകൾ ഫ്ലോപ്പ് ആവുന്നു. നല്ലൊരു സിനിമയാണ്. നമ്മൾ ഇന്ന് കാണുമ്പോൾ, ഞാൻ ആ സിനിമ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ ടി വിയിൽ, അത് ഏത് ചാനലിലാന്ന് ഓർക്കുന്നില്ല, അന്ന് ടി വിയിൽ വന്നിട്ടാണ് 96, 97 കാലഘട്ടങ്ങൾക്ക് ഭയങ്കര ഞെട്ടിക്കുന്നായിരുന്നു. കാരണം ഒരു സ്ത്രീകൾ കൊല്ലപ്പെടുന്നു, അവസാനം മനസ്സിലാവുന്നത് അതാണ് കൊല്ലുന്നത്, അയാൾക്ക് ചുവന്ന ഡ്രസ്സ് ഇട്ടുന്ന സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്ന ഒരു സാധനമാണ്. നല്ലൊരു കഥ തന്നെയായിരുന്നു. പക്ഷെ അന്നെന്തോ അത് പ്രേക്ഷകർ അംഗീകരിച്ചില്ല. അങ്ങനെ മമ്മൂട്ടിയുടെ ഫ്ലോപ്പായ സിനിമകൾ ഒരു ഫ്ലോപ്പ് ആയിരുന്നു 1000 കണ്ണുകൾ. അടുത്തത് ആന്റണി ഈസ്റ്റ്മാൻ എന്ന ഡയറക്ടർ, അദ്ദേഹം നിർമ്മാതാവും കൂടിയാണ്. അദ്ദേഹം ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് ഐസ്ക്രീം. ഇതിൽ മമ്മൂട്ടി, ലിസി, ഇന്നസെന്റ്, ജയരേഖ എല്ലാവരും കൂടി അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. ജോൺ പോൾ ആണ് അതിന്റെ സ്ക്രിപ്റ്റ്. അതും അങ്ങനെ വലിയ ഹിറ്റായിട്ടുള്ള ഒരു സിനിമയൊന്നുമല്ല. പിന്നെ ഈ കൈകളിൽ നിന്ന് എന്നൊരു സിനിമയുണ്ട്, കെ മധു ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. അതിൽ മമ്മൂട്ടിയും സീമയും ശോഭന, രതീഷൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. ഒരു ഹിന്ദി സിനിമയുടെ റീമേക്ക് ആയിരുന്നു. പക്ഷെ അത് ഒരു പരാജയപ്പെട്ട ഒരു സിനിമയായിരുന്നു. എനിക്ക് തോന്നുന്നു കെ മധു ഒരു 20ാം നൂറ്റാണ്ടൊക്കെ എത്തുന്നത് വരെ അദ്ദേഹത്തിന് കുറച്ച് ഇതുപോലെ പരാജയങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ സാജൻ എന്ന ഡയറക്ടറുടെ സിനിമയാണ് ഗീതം. ഇതിൽ നല്ലൊരു സിനിമയാണ്. എസ് എൻ സ്വാമിയുടെ സ്ക്രിപ്റ്റ് ആണ്. ഇതിൽ മോഹൻലാല്, മമ്മൂട്ടി നമുക്കറിയാം ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ എന്ന രീതിയിൽ വന്നൊരു സിനിമയാണ്. ഗീതയും തിലകനും ശ്രീവിദ്യയും മാസ്റ്റർ അമിത്, അന്നത്തെ ഏറ്റവും അറിയപ്പെടുന്ന അല്ലെങ്കിൽ മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ഒരു ബാലതാരം മനുങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന മാസ്റ്റർ അമിത് എവിടെയാണെന്ന് അറിയില്ല. നല്ലൊരു സിനിമയാണ്. പക്ഷെ ഈ ഒരു സിനിമയിലെ കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ച് ഈ അടുത്ത് സാജൻ എന്ന ഡയറക്ടറുടെ ഇന്റർവ്യൂ നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. അതില് ചില സീൻസിൽ കട്ട് ചെയ്യാൻ വേണ്ടി മമ്മൂട്ടി പറയുകയും അതിന്റെ പേരിൽ മോഹൻലാലും സംവിധായകനായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ സംഭവിക്കും. മോഹൻലാൽ പിന്നീട് സാജന് ഡേറ്റ് കൊടുത്തിട്ടില്ല. എന്തായാലും ഈ സിനിമ അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു. മറ്റു കഥകളൊന്നും പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യമില്ല. എന്തായാലും ആ സിനിമ അന്ന് ആ വർഷം ഇറങ്ങിയ ഹിറ്റ് സിനിമകളിൽ ഒന്ന് തന്നെയായിരുന്നു. പിന്നെ പ്രണാമം എന്നൊരു സിനിമയുണ്ട്. ഇത് ഭരതൻ ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇതിൽ മമ്മൂട്ടിയും സുഹാസിനി, നെടുമുടി വേണും അശോകനൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഡെന്നിസ് ജോസഫാണ് എഴുതിയിട്ടുള്ളത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ്. സിനിമ കണ്ടവർക്ക് അറിയാം. ഒരു ടീച്ചറായിട്ടാണ് സുഹാസിനി. കുറെ സ്റ്റുഡൻസിന്റെ കുറച്ച് അവര് ഒരു നെഗറ്റീവ് ഇത് വരുന്നതാണ്. അതിൽ അശോകൻ, വിനീത്, ഇവരുടെ ഞാൻ ആ കഥയിലേക്ക് കിടക്കുന്നില്ല. അതൊരു മമ്മൂട്ടിയുടെ ഒരു സോളോ സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണോ അല്ലയോ എന്ന് വേണമെങ്കിൽ അത് എങ്ങനെ വേണമെങ്കിലും പറയാം. എന്തായാലും ഈ ഒരു സിനിമ അന്ന് അങ്ങനെ വലിയൊരു വിജയമല്ല, പേരെടുത്തൊരു സിനിമയാണ്. നല്ലൊരു സിനിമ എന്നുള്ള രീതിയിൽ പേരെടുത്തിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. ഡെന്നിസ് ജോസഫ് ഭരതനെ വെച്ചിട്ട് എനിക്കൊരു വേറെ സിനിമ, ഈ ഒരു സിനിമ മാത്രമേ ഭരതന് വേണ്ടി എഴുതിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഭരതൻ ഡെന്നിസ് ജോസഫിന്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് താല്പര്യപ്പെട്ടിട്ട് അങ്ങനെ ഇവർ ഒരുമിച്ചിരുന്ന് എഴുതിയിട്ടുള്ള ഒരു സിനിമയാണ്. നല്ലൊരു സിനിമ തന്നെയായിരുന്നു. മമ്മൂട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ ബോക്സ് ഓഫീസിൽ അങ്ങനെ വലിയൊരു വിജയമായി മാറിയില്ല. പിന്നെ അടുത്തത് TS മോഹൻ എന്ന ഡയറക്ടറുടെ പടമാണ് പടയണി. ഈ ഒരു സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലും ശോഭന പിന്നെ ഇന്ദ്രജിത്ത് ബാലതാരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ചെറിയൊരു റോളില്. അതിന്റെ കാരണം സുകുമാരനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമ അന്ന് തിയേറ്ററിക്കലി വലിയ ബ്ലോക്ക് ബസ്റ്റർ അല്ല. പക്ഷെ സുകുമാരൻ അതിന്റെ തൊട്ട് മുമ്പ് ചെയ്ത ഇരകൾ എന്ന സിനിമ നഷ്ടമായിരുന്നു. കാരണം ഇരകൾ അന്ന് നാഷണൽ അവാർഡോ നാഷണൽ അവാർഡാണെന്ന് തോന്നുന്നു. ഇരകൾ അന്ന് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു മികച്ച സിനിമയ്ക്കുള്ള പ്രൊഡ്യൂസർ ആയിട്ട് സുകുമാരൻ അവാർഡ് വാങ്ങുന്ന ഒരു ഫോട്ടോ ഒക്കെ
ഈ അടുത്ത് നമ്മൾ തന്നെ ഒരു എപ്പിസോഡിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സിനിമയിൽ കുറച്ച് സാമ്പത്തിക നഷ്ടം വന്നിട്ട് ഈ സിനിമയിൽ അത് നികത്തി എന്നുള്ളതാണ് സുകുമാരൻ പറഞ്ഞിട്ടുള്ളത്. കാരണം അന്ന് മമ്മൂട്ടി മോഹൻലാലും അന്നും ഇന്നും അവരും ഏറ്റവും താരമൂല്യമുള്ള നായകന്മാരാണ്. അതുകൊണ്ട് അവർ അഭിനയിച്ചതുകൊണ്ട് ഒരുപക്ഷെ അവരൊക്കെ പ്രതിഫലം കുറച്ചായിരിക്കാം അഭിനയിച്ചിട്ടുള്ളത്. എന്തായാലും തട്ടുകേടില്ലാതെ സുകുമാരന് പോയി എന്നുള്ളതാണ് എന്റെ അറിവ്. അടുത്ത സിനിമ പ്രിയദർശന സിനിമയാണ്. പ്രിയദർശൻ മമ്മൂട്ടി വെച്ച് വളരെ ചുരുക്കം സിനിമകളെ ചെയ്തിട്ടുള്ളൂ. അതിലൊരു സിനിമയാണ് രാക്കോയിൽ രാഗതസസ്. ഈ സിനിമ പക്ഷെ അന്ന് പരാജയമായിരുന്നു. നല്ല പാട്ടുകളൊക്കെ ആയിരുന്നു, ശേഷം സിനിമ അന്ന് ഫ്ലോപ്പ് ആയിരുന്നു. ഈ സിനിമ പണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സുരേഷ് കുമാറാണ്. സുരേഷ് കുമാറും സനൽകുമാറും കൂടിയാണ്. മേനകയുടെ ഒരു ഇന്റർവ്യൂവിൽ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ സിനിമ ശരിക്കും ശങ്കറും മേനകനും വെച്ച് പ്ലാൻ ചെയ്തതാണ്. പിന്നെ അത് മാറി മറിഞ്ഞാണ് സുഹാസിനി മമ്മൂട്ടി, ഇവരുടെ ഒരു കോംബോ നല്ലൊരു കോംബോ ആയിരുന്നു സുഹാസിനി മമ്മൂട്ടി. പക്ഷെ ആ സിനിമ അന്ന് പരാജയമായി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എത്ര പേര് നിങ്ങളും അത് പലരും കണ്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ആണ്, ഞാൻ തന്നെ ആ സിനിമ കണ്ടിട്ട് ഒരു 20 വർഷങ്ങളെ ഉണ്ടാവും. സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആ സിനിമയൊക്കെ പണ്ട് ടി വിയിൽ വന്നിട്ട് കണ്ടിട്ടുള്ളത്. നമ്മൾ ഈ പറഞ്ഞ പ്രിയദർശന്റെയോ ഒന്നും റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ഒരു സിനിമയല്ല രാഘവേലിന്റെ രാധസൻസ്. അടുത്ത സിനിമ PG വിശ്വംഭരൻ ഡയറക്ട് ചെയ്ത സിനിമ അവൾ കാത്തിരുന്നു അവനും. ഇതില് മമ്മൂട്ടിയും മുൻമുൻ സെൻ ബോളിവുഡ് താരം അവരാണ് ഇതിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ മുകേഷ് ഉണ്ട്, സുകുമാരിയുണ്ട്. ഇത് മോശമല്ലാതെ ഓടിയ ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ കൊച്ചു തെമ്മാടി എന്ന ഒരു സിനിമയുണ്ട്. അത് വിൻസെന്റ് മാഷാണ് ആ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ആ സിനിമ എത്രത്തോളം എൻ്റെ ഒരു ബോക്സ് ഓഫീസ് സ്റ്റാറ്റസിനെ കുറിച്ച് എനിക്ക് അറിയില്ല. പക്ഷെ വിൻസെന്റ് മാഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വലിയ ലെജൻഡ് ആണ്. അദ്ദേഹത്തിന്റെ മേക്കിങ്ങിനെ കുറിച്ച് നമ്മൾ ഒന്നും പറയേണ്ട കാര്യമില്ല. ഡെന്നിസ് ജോസഫിനെ പോലെയുള്ള പിന്നീട് വന്ന തലമുറ വരെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിഗംഭീരമായിട്ടുള്ള ഒരു മാസ്റ്റർ തന്നെയാണ്. ഇതിൽ മമ്മൂട്ടിയും അതുപോലെ ശ്രീനിവാസനും സുനന്ദ അടൂർബാസി വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആണ് സിനിമയുള്ളത്. പക്ഷെ അങ്ങനെ വലിയൊരു വിജയിച്ച ഒരു സിനിമയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രാരീരം എന്ന സിനിമ സിബി മലയിലിന്റെ സിനിമയാണ്. സിബി മലയിൽ മമ്മൂട്ടി, ശോഭന, ഗീത ഒക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. രാരീരം അങ്ങനെ വലുതായിട്ട് വിജയിച്ചിട്ടുള്ള ഒരു സിനിമയല്ല. കാരണം സിബി മലയിൽ ഒരു ഇത് കഴിഞ്ഞിട്ട് പിന്നെ തനിയാവർത്തനം ചെയ്തു. അതും ബോക്സ് ഓഫീസിൽ വലിയ വിജയമല്ല, പക്ഷെ നല്ല സിനിമ എന്നുള്ള പേരെടുത്തു. സിബി മലയിൽ തന്നെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിൽ 100 ദിവസം ഓടിയിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 1 പിന്നെ അടുത്തത് എന്ന് നാഥന്റെ നിമ്മി. ഇത് സാജൻ ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇതില് മമ്മൂട്ടിയും അതുപോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ള റോളാണ് റഹ്മാൻ അഭിനയിച്ചിട്ടുള്ളത്. ഇത് കുഴപ്പമില്ലാതെ പോടി. അന്നത്തെ റഹ്മാൻ മമ്മൂട്ടി കോംബോ സിനിമകളൊക്കെ എങ്ങനെങ്കിലൊക്കെ തട്ടുകേടില്ലാതെ പോകുന്നൊരു സിനിമയാണ്. അത്തരത്തിൽപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു എന്ന് നാഥന്റെ നിമ്മി. അപ്പൊ ഇത്രയും സിനിമകളാണ് മമ്മൂട്ടിയുടേതായിട്ട് ആ വർഷം ഇറങ്ങിയത്. അന്നൊക്കെ നമുക്കറിയാം 86-ലും 85 ഈ വർഷമൊക്കെ 30 സിനിമകൾക്ക് മുകളിലാണ് മമ്മൂട്ടിക്ക് അഭിനയിക്കുന്നത്. ഇതിൽ ഞാൻ ഏതെങ്കിലും സിനിമകൾ മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു സിനിമയുണ്ട് മഴ പെയ്യുന്നു മതളം കൂട്ടുന്നു. അതിൽ മമ്മൂട്ടി ചെറിയൊരു ഗസ്റ്റ് റോളാണ്. ജസ്റ്റ് വന്ന് ആ ഒരു പാർട്ടിയുടെ ഇടയ്ക്ക് വന്ന് ഒരു കൈ കൊടുത്ത് പോകുന്നത്. അതൊക്കെ ബന്ധങ്ങളുടെ പുറത്ത് അന്ന് മമ്മൂട്ടി ചെയ്തിട്ടുള്ളതായിരിക്കും. പലരും അങ്ങനെ അന്ന് ചെയ്യാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇത്രയും സിനിമകളാണ് മമ്മൂട്ടിയുടേതായിട്ട് 86 എന്ന് പറയുന്ന ഒരു വർഷം. ഇതിൽ ആവനാഴി എൻ്റെ ഒരു ഫേവറേറ്റ് സിനിമയാണ്. ശ്യാമ എൻ്റെ ഒരു ഫേവറേറ്റ് സിനിമയാണ്. വാർത്ത എൻ്റെ ഒരു ഫേവറേറ്റ് സിനിമയാണ്. ഇത്രയും സിനിമകളാണ് ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ള സിനിമകൾ. ഇനി നിങ്ങളുടെ ഫേവറേറ്റ് സിനിമകൾ നിങ്ങൾ ആരെങ്കിലും അന്ന് തിയേറ്ററിൽ പോയിട്ട് സിനിമകൾ കണ്ടിട്ടുണ്ടോ? പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞത് കൂടാതെ വേറെ സിനിമകളുണ്ടോ? ഇതിൽ ഈ സിനിമകളെ കുറിച്ചുള്ള വേറെ നിങ്ങൾക്ക് അറിയാവുന്ന അറിവുകൾ നമുക്ക് കമന്റ് ചെയ്യുക.